അഭിനന്ദനങ്ങൾ. നമ്മുടെ ദേവതകൾ ഉണരാൻ പോകുകയാണ്. അടുത്തിടെ നിങ്ങളിൽ ചിലർക്ക് ആശയക്കുഴപ്പവും അസ്വസ്ഥതയും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് ഇനി മാറാനിരിക്കുകയാണ്. കാരണം നവംബർ 1-ാം തീയതി ദേവോത്ഥാന ഏകാദശിയാണ്. കഴിഞ്ഞ 4 മാസങ്ങളായി ചാതുർമാസകാലത്ത് ഭഗവാൻ വിഷ്ണു വിശ്രമത്തിലായിരുന്നു. നമുക്കറിയാം, ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു, ശിവൻ പരിവർത്തനം നടത്തുന്നു. അതിനാൽ വിഷ്ണു ലോകപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ശിവന്റെ പരിവർത്തന ശക്തി പ്രബലമാകുന്നു. ഈ പരിവർത്തനം ശ്രാവണമാസത്തിൽ അഥവാ സാവനിൽ ആരംഭിക്കുന്നു. ആ മാസം നാം വ്രതങ്ങളിലൂടെയും അഭിഷേകങ്ങളിലൂടെയും ശാന്തിയും ശിഷ്ടാചാരവുമാണ് അഭ്യസിക്കുന്നത്. തുടർന്ന് പിതൃപക്ഷകാലത്ത് നാം അസക്തിയും വിട്ടുവീഴ്ചയും പഠിക്കുന്നു. അതിനുശേഷം ലക്ഷ്മീദേവിയുടെയും ഗണപതിയുടെയും വരവിനായി വീടുകളും മനസ്സുകളും ശുദ്ധമാക്കുന്നു. ദേവന്മാർ നമ്മുടെ ഉയർന്ന ആത്മീയ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം അസുരന്മാർ ഭൗതിക വാസനകളെയും താഴ്ന്ന സ്വഭാവങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ദേവന്മാർ ഉറങ്ങുമ്പോൾ ഈ ഭൗതിക സ്വഭാവങ്ങൾ ഉണരുന്നു. അതിന്റെ പ്രതിഫലനം പുറത്തും കാണാം. മേഘങ്ങൾ, മഴ, കൊടുങ്കാറ്റുകൾ, അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലും വികാരങ്ങളുടെയും സംഘർഷങ്ങളുടെയും കൊടുങ്കാറ്റ്. വിശേഷമായി ഭഗവാൻ വിഷ്ണു ക്ഷീരസാഗരത്തിൽ വിശ്രമിക്കുമ്പോൾ ഭൂമിയിലും കൃഷി നിർത്തിവച്ചിരിക്കുന്നു. മണ്ണ് വിശ്രമിക്കുകയും പുതുക്കിപ്പറ്റും ചെയ്യുന്നു. ദേവോത്ഥാന ഏകാദശിയോടെ ഭഗവാൻ ഉണരുമ്പോൾ വിളവെടുപ്പ് കാലവും ആരംഭിക്കുന്നു. ദേവതകൾ ഉണരുന്നു, വിളവെടുപ്പ് തുടങ്ങുന്നു. നമ്മുടെ മനസ്സുകൾക്കും സമാധാനം ലഭിക്കുന്നു. അടുത്ത വരവിനായി വരെ രാധേ രാധേ.